Hi, welcome all to the Grade 9 Marathon Revision. അതെ, എക്സാംസ് എത്തിയല്ലേ? നാളെയാണ് എക്സാംസ്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ എക്സാംസിന്? പേടിയില്ലാതെ നല്ല കാമായിട്ട് കൂളായിട്ട് പോയി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ. നിങ്ങളെ പ്രിപ്പറേഷനൊക്കെ ഫുൾ സെറ്റാണെന്ന് അറിയാം. എന്നാലും ജസ്റ്റ് ഒരു മാരത്തോൺ റിവിഷന് വേണ്ടി ഞാനും വന്നിരിക്കുകയാണ്. ജസ്റ്റ് ലിസൺ ടു മീ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക, ഒന്ന് കൂളായിട്ട് പോയി അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്ത് ആദ്യം തന്നെ അത് വർക്കൗട്ട് ചെയ്ത് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും. കാമായിട്ട് അത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിവിഷൻ. ആദ്യം ഞാൻ ഫോക്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഒന്ന് minute. അതെ, നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണല്ലോ ഉള്ളത്. റിയൽ നമ്പേഴ്സ്, സർക്കിൾ മെഷേഴ്സ്. ഞാൻ ലാസ്റ്റിൽ നിന്നാട്ടോ തുടങ്ങുന്നത്. ഏതാണ്ട് ലാസ്റ്റിലത്തെ ഫസ്റ്റത്തെ നിങ്ങൾക്ക് റാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാനത് ലൈവായിട്ട് എടുത്തൊരു വെബിനാറാണ്, നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ റിയൽ നമ്പേഴ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്, സർക്കിൾ മെഷേഴ്സ് ഉണ്ട്, പാർട്സ് ഓഫ് സർക്കിൾസ് ഉണ്ട്, സിമിലർ ട്രയാങ്കിൾസ് ഉണ്ട്, പോളിനോമിയൽസ് ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സ്. ഇതിൽ സിമിലർ ട്രയാങ്കിൾസും ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷനും അല്ലാത്ത 4 ചാപ്റ്റർ ഞാൻ ജസ്റ്റ് അതിലത്തെ മെയിൻ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ ഒരു മാരത്തോൺ റിവിഷൻ എന്ന പോലെ. ബാക്കി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധം ഒരു റിയൽ നമ്പേഴ്സും എല്ലാം ഒരു ജസ്റ്റ് ലാസ്റ്റ് റൗണ്ട് റിവിഷൻ എന്ന പോലെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് തരാം. ഫസ്റ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരും എന്താ? ഈ നമ്പേഴ്സാണ്. ഇതിപ്പോൾ ഈ നമ്പർ ലൈൻ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് ആകെ അറിയാവുന്ന നമ്പർ എന്ന് പറയുന്നത് 1, 2, 3, 4 ഇങ്ങനെ നമ്പേഴ്സാണ്. ഇത് നമ്മൾ പോസിറ്റീവാണ്. ഇപ്പം ആ നമ്പർ ലൈനിൽ കാണിച്ച പോലെ ഈ ഇപ്പുറത്തുള്ള നമ്പേഴ്സ് എല്ലാവർക്കും അറിയണ്ടാവും, പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ്. ഈ നെഗറ്റീവ് നമ്പേഴ്സും കൂടി കൂടിയിട്ട് ഒപ്പം +0 ആണ് നമ്മുടെ എന്ത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ. ഈ ഒരു വേൾഡിൽ ഇതിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഇന്നിപ്പോൾ നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് ഇതിന്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാം. 2 + 3 ഇതെന്താണ് ആൻസർ വരിക? 5. 2 + 3 എന്ത് വരും? ആൻസർ 5 എന്ന് വരും. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഇത് പകരം ഇനി -2 + -3 എന്നാണ്. ഇത് രണ്ടും -2 രണ്ടും ഇവിടെയും രണ്ടും പോസിറ്റീവ് ആയിരുന്നു. അപ്പം ആൻസർ +5 എന്ന് വന്നു. ഇവിടെ രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ രണ്ടും നെഗറ്റീവാണ്. അപ്പം നിങ്ങളുടെ ഉത്തരം അപ്പോഴും ആഡ് ചെയ്തിട്ട് അതേ സൈൻ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി -2 + 3 ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വലിയ നമ്പർ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് സൈൻസ് ആണ്. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവാണ്. ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വലുതീന്ന് ചെറുത് കുറക്കുക. അങ്ങനെയല്ലേ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലുതീന്ന് ചെറുത് കുറച്ചിട്ട് ഇവിടെ നിന്ന് 3 ആണ് വലുത്, 3-ന്ന് 2 കുറക്കുക. അപ്പോൾ ഉത്തരം 1. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അവിടെ വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബിഗ്ഗസ്റ്റ് നമ്പർ 3 ആണ്. ഇവിടെ 3യുടെ നമ്പർ പോസിറ്റീവ് ആണ്. അപ്പോൾ 1 ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ഓപ്പറേഷൻ നമുക്ക് 3 - 2 = 1 എന്നും പറഞ്ഞിട്ട് എഴുതാം. ഇതൊക്കെ വളരെ ബേസിക് ആണ്. CBSE-ലൊക്കെ ഇത് 7th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്നുണ്ട്. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ഒക്കെ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഒക്കെ ഇത് പഠിപ്പിക്കുന്നത് കൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. പിന്നെ ഇനി 3 - 2. ഇപ്പോൾ -2 + 3 ആണ്. 3 - 2 കഴിഞ്ഞ് ഈ -3 + 2 ആണ് വിചാരിച്ചോ. ഇവിടെ 3ക്കാണ് മൈനസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് ഡിഫറെൻ്റ് ആണ് ചിഹ്നങ്ങൾ. അപ്പോൾ -3ക്കാണ്. 3ക്ക് ആകുമ്പോഴോ ഡിഫറെൻറ്റ് സൈൻസ് ആകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വലുതിൻ്റെ ചിഹ്നം. ഇവിടെ വലുത് എന്ന് പറയുന്നത് 3 ആണ്. 3യുടെ സൈൻ എന്ന് പറയുന്നത് എന്താ? -ആണ്. അപ്പം -1 ആണ്. അപ്പം എല്ലാം കണ്ടില്ലേ? ഡിഫറെൻറ്റ് സൈൻസ് ആകുമ്പോൾ ഏതാണോ നിങ്ങളുടെ വലിയ നമ്പർ, ആ വലിയ നമ്പറിൻ്റെ സൈനാണ് ആ നമ്പറിന് വരിക. ഇവിടെ 3 പോസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് 1 പോസിറ്റീവായി. ഇവിടെ 3 നെഗറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് 1 നെഗറ്റീവായി. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. നമുക്ക് ബാക്ക് ഇതിലേക്ക് തന്നെ വരാം. ഇതാണ് ഇൻറ്റീജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എന്ന് പറയുന്നത് ഇതിനേക്കാൾ സിമ്പിളാണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഇതുപോലെയല്ല കേട്ടോ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും പറയുമ്പോൾ ഇപ്പോൾ 2 × 3 എന്ന് എടുക്കാം. 2 × 3 6 ആണ്. ഇനി ഇത് -2 × -3 ആണെങ്കിൽ, സെയിം നമ്പർ ആണെങ്കിൽ, സെയിം സൈൻ ആണെങ്കിൽ ഇത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇത് തന്നെ കേട്ടോ ഡിവിഷനും വരുന്നത്. ഡിവിഷൻ പക്ഷേ 2/3 എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 10ഉം 2ഉം എടുക്കാം. 10/2 ഇത് രണ്ടും പോസിറ്റീവാണ്. അപ്പം നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 5 കിട്ടും. ഇനി -10/-2 രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ഉത്തരം 5 തന്നെ കിട്ടും. ഇനി അതല്ല, രണ്ട് ഡിഫറെൻറ്റ് ചിഹ്നങ്ങളാണെന്ന് വിചാരിച്ചോ. -2 × 3
അതായത് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും. അങ്ങനെയാണെങ്കിൽ -6 ആണ് നിങ്ങളുടെ ഉത്തരം വരിക. ഇനി 2 ഇൻറ്റു -3, 3ക്കാണ് വലുതെങ്കിലും -6 തന്നെ വരിക. ഇതിപ്പോൾ ഇവിടെ വലുത് 3ക്ക് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നെഗറ്റീവ് മാറാനൊന്നും പോണില്ല. മൾട്ടിപ്ലിക്കേഷൻ ഡിഫറെൻറ്റ് സൈൻസ് ആണ് നമ്പേഴ്സ്, നമ്പർ ഡിഫറെൻ്റ് ആയി പോയി എങ്കിൽ, ഏതെങ്കിലും ഒരു നമ്പർ ഡിഫറെൻ്റ് ആയി പോയി ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആൻസർ നെഗറ്റീവായി പോവും. ഡിവിഷനും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ -10 വെറും +2 ആണെങ്കിൽ നിങ്ങളുടെ ഉത്തരം -5 ആയിരിക്കും. അതുപോലെ വെറും 10/-2 ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 10 പോസിറ്റീവാണ് പക്ഷെ അടിയിൽ നെഗറ്റീവാണ്. വലുതും ചെറുതും നോക്കില്ല, ഇവിടെ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ മതി, നിങ്ങളുടെ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. അതായത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരു റൂളാണ്, അഡീഷനും സബ്ട്രാക്ഷനും വേറെ റൂളാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും എന്താ, സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവാണ് ഉത്തരം, ഡിഫറെൻറ്റ് സൈൻസ് ആണെങ്കിൽ നെഗറ്റീവാണ് ഉത്തരം. ഇത്രേ ഉള്ളൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. പക്ഷേ ഈ ചാപ്റ്ററിൽ ഇതൊന്നും അല്ലാത്ത കാര്യം. രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, നേരത്തെ നിങ്ങൾ നമ്പർ ലൈൻ കണ്ടല്ലോ അല്ലേ? ഈ നമ്പർ ലൈനിൽ ഈ ഒരു ഇത് ഞാൻ എടുക്കാം. ഇപ്പോൾ -4ഉം ഈ ഓക്കെ, ഒരു -4ഉം ഈ 4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇനി വേണ്ട. -4ഉം 4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്ത് 0 ആയി പോകും. അതുകൊണ്ട് -4ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? -4ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കല്ലേ സാധാരണ ചെയ്യുക. അത് ലോജിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ, അതായത് -4ന്ന് 2 കുറച്ചാലും 2ന്ന് -4 കുറച്ചാലും നമുക്ക് ഇവിടെ ഉള്ളത് പോയിന്റ്സ്, അതായത് ഇങ്ങനെയുള്ള ദൂരം നമുക്ക് കിട്ടും. ഇതാ ഇത്രയും യൂണിറ്റ് 1 2 3 4 5 6 ഉള്ള ആ ദൂരം കിട്ടും. അതായത് അതായത് ഒന്നില്ലെങ്കിൽ 2 -4 എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ -4 -2 എന്ന് കൊടുക്കണം. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഒന്നില്ലെങ്കിൽ -4ഉം 2ഉം തമ്മിലുള്ള ദൂരമാണ്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കുറക്കണം, -4 -2. ഇങ്ങനെ കുറച്ചാൽ എങ്ങനെ വരിക? -4 -2 എന്ന് പറയുന്നത് -4 -2 -4ന്ന് -2 കുറക്കാന്നാണ്. -4 -2 എന്നാൽ -4 + -2 എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഇടയിൽ പ്ലസ് ഇല്ലെങ്കിലും -4 -2 എന്ന് പറയുന്നത് -6ആണ്. രണ്ടും ഒരേ ചിഹ്നമാണ്. അപ്പോൾ ആഡ് ചെയ്തിട്ട് ആ ചിഹ്നം തന്നെ ഇടുക എന്നുള്ളതാണ്. ഇനി അതല്ല, -4 ചെയ്താലും നിങ്ങൾക്ക് ആ ദൂരം കിട്ടും. 2 -4 ചെയ്താൽ എന്താ, ഇതെന്ത് ചെയ്യുക? 2 വെറും -4 അല്ല, 2ന്ന് -4 കുറക്കുക. 2 -4 ഇത് നിങ്ങൾക്കിവിടെ തെറ്റു കേട്ടോ. ഇതല്ല, ഇവിടെ 2 -4, അതായത് 2ന്ന് നിങ്ങൾ എന്ത് കുറക്കണം? -4 കുറക്കണം. ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ ഇത് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. -4 എന്ന് പറയുമ്പോൾ ഈ മൈനസിനെ -8 എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു കാര്യമുണ്ട്, മൈനസും ചെയ്താൽ എന്താ പറയുക, രണ്ടും സെയിം സൈൻ ആണെങ്കിൽ എപ്പോഴും അവിടെ പോസിറ്റീവാണ്. രണ്ട് മൈനസ് ആണ് ഇങ്ങനെ വരുമ്പോൾ. മൾട്ടിപ്ലിക്കേഷൻ 2 മൈനസ് ആണെങ്കിൽ നമ്മുടെ ഉത്തരം പോസിറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ 2 നെഗറ്റീവ് സൈൻസ് വന്നാൽ ഇവിടെ പോസിറ്റീവ് ആവും, അതായത് 2 + 4 ആവും. അപ്പോൾ ഉത്തരം എന്ത് വരും? അപ്പോൾ 2 + 4 എന്ന് പറയുന്നത് 6 ആവും. ഇനി ഞാൻ പറയട്ടെ, ഇത് ദൂരമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിപ്പോൾ -6 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? -6 സെൻറ്റിമീറ്റർ ദൂരം എന്ന് പറഞ്ഞിട്ട് ദൂരം ഉണ്ടാ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡുലസ് വാല്യൂ ആണ്. മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ എന്നൊക്കെ പറയും. അതിനെയാണ് ഇനി അടുത്തത് ഞാൻ പറയണേ. ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാണിക്കുക സാധാരണ. മോഡുലസ് ഓഫ് -3 എന്ന് പറയുന്നത് എന്താണ്? വെറും 3 ആണ്. മോഡുലസ് ഓഫ് +3 എന്ന് പറയുന്നതും വെറും 3 ആണ്. അതായത് ആബ്സല്യൂട്ട് വാല്യൂ, അതായത് കേവല വില എന്നൊക്കെ പറയും മലയാളത്തിൽ. അതിൻ്റെ അങ്ങനെയുള്ള വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സൈൻ ഇല്ലാതെ എഴുതുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഒരു നമ്പറിൻ്റെ എങ്ങനെ വേണമെങ്കിലും പറയാം, അതിൻ്റെ സൈൻ ഇല്ലാതെ എഴുതുക. അപ്പോൾ ദൂരത്തിന് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് വാല്യൂസിലൊന്നും പറയില്ല. അതുകൊണ്ട് ഡിസ്റ്റൻസും പിന്നെ മിഡ് പോയിന്റ്, ദൂരങ്ങൾ, ഇതൊന്നും നമ്മൾ നെഗറ്റീവായിട്ട് പറയില്ല. അതുകൊണ്ടാണ് ആബ്സല്യൂട്ട് വാല്യൂ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ -6 കിട്ടിയപ്പോൾ നിങ്ങൾ വിചാരിക്കും -6 എന്ന് പറഞ്ഞ ദൂരം ഇല്ലല്ലോ എന്ന്. അപ്പോഴാണ് നമ്മളവിടെ മോഡുലസ് വാല്യൂ എടുക്കുന്നത്. ദൂരങ്ങൾ തമ്മിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവ് ഇല്ലാതാക്കാനാണ് നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്ന സംഭവം എടുക്കുന്നത്. ഇനി ഡിസ്റ്റൻസ്, ഇനി ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് എങ്ങനെ തിരിച്ചിട്ട് കുറച്ചാലും അവിടെ ഒരു -6ഉം ഒരു 6ഉം കിട്ടി. അപ്പം നിങ്ങൾ വിചാരിക്കും -6 ആണല്ലോ ഒന്നിൽ കിട്ടിയത്. പക്ഷെ ആ മൈനസ് ക്യാൻസൽ ആവും, അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരാം. വാട്ട് ആർ ദ നമ്പേഴ്സ് ഫോർ ദ വാല്യൂ എക്സ്? എക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എക്സിന് എന്ത് കൊടുത്താലാണ്
എക്സിന് എന്തെങ്കിലും വാല്യൂസ് കൊടുക്കാൻ അവർ പറയണം. പുട്ട് സം വാല്യൂസ്. ഓക്കെ, പുട്ട് സം വാല്യൂസ്. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, പുട്ട് സം വാല്യൂസ്. ഈ എക്സ് മൈനസ് ഇതിന്റെ മോഡുലസ് വാല്യൂ ആണ് ട്ടോ ചോദിക്കുന്നത്. ഇപ്പൊ ദൂരമായിരിക്കും. അപ്പോൾ അതായത് x-2 = 3 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് വാല്യൂ കൊടുത്താലാണ് 3 കിട്ടുന്നത്? അപ്പൊ നിങ്ങൾ ഈ x-2 എന്താവാം? മോഡുലസ് ആയതുകൊണ്ട് വെറുതെ x-2 എഴുതിയാൽ ചിലപ്പോൾ വെറും അല്ല, x-2 എന്തെങ്കിലും ഫോർ വിച്ച് x-2 = 3. അപ്പൊ നിങ്ങൾക്ക് എഴുതാം x-2 വെറും 3 ആവാം, അല്ലെങ്കിൽ x-2 -3 ആവാം. ഇത് മോഡുലസ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇതെന്താ, ഇത് മോഡുലസ് ഇത് വെറും വെറും സൈൻ ഇല്ലാതെ എഴുതിയിരിക്കരുത്. നമുക്ക് +3 ആവാം, -3 ആവാം മോഡുലസ് ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x= ഇവിടെ ഇതിന്റെ ആൻസറിങ് ആണ് എഴുതുന്നത്. x=3 + 2 = 5 ഇവിടെ കിട്ടും. ഇതിലാണെങ്കിൽ x=-3 -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2, അപ്പോൾ ഇവിടെ -1 കിട്ടും. ഇങ്ങനെ രണ്ട് ആൻസേഴ്സ് നമുക്ക് കിട്ടും എക്സിന്. അപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടും എക്സിന്. അപ്പോൾ പുട്ട് സം വാല്യൂസ്, ആ ഏത് വാല്യൂസ്, രണ്ട് വാല്യൂസ് കിട്ടും എക്സിന്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എക്സിന് കിട്ടും. ഇങ്ങനെ ഡിസ്റ്റൻസ്, ഇത് ഡിസ്റ്റൻസ് അല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ മാരത്തോണിൽ ഞാൻ പറഞ്ഞത് ഇത് അതുകൊണ്ടാണ്. ഇത് എന്തായാലും എന്തെങ്കിലും വാല്യൂസ് എക്സിന് കൊടുത്തിട്ട് എങ്ങനെ കൊടുത്താലാണ് 3 എന്ന് പറയുന്ന വാല്യൂ കിട്ടാൻ സാധ്യത എന്നൊരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇനി മിഡ് പോയിന്റ് ഡിസ്റ്റൻസ് ചോദിച്ചാൽ എങ്ങനെ പോയാലും ഇങ്ങനെ ആ മൈനസ് ചെയ്യുക, തിരിച്ച് എങ്ങനെ മറിച്ചിട്ട് തിരിച്ചിട്ട് നമ്മൾ ആദ്യത്തെ തന്നെ കുറക്കണമെന്നില്ല, വലുതിയും ചെറുത് കുറക്കണമെന്നൊന്നുമില്ല. എങ്ങനെ പോയാലും മോഡുലസ് വന്നാൽ നമുക്ക് ആ ആൻസർ തന്നെ കിട്ടും. പിന്നെ വരുന്നത് മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2ഉം 3ഉം തമ്മിലുള്ള മിഡ് പോയിന്റ്. ഇപ്പം ഞാൻ നേരത്തെ ആ ഒരു നമ്പർ ലൈൻ തന്നെ കാണിച്ചു. ഇപ്പം -4ഉം ഈ 4ഉം തമ്മിലുള്ള ദൂരം എത്രയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. 1 2 3 4 5 6 7 8. പക്ഷെ ഇതിന്റെ മിഡ് പോയിന്റ് ഇതാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും -4ന്റെയും മിഡ് പോയിന്റ് എങ്ങനെയാ കാണാം? അപ്പോൾ നോക്കാം. മിഡ് പോയിന്റ് കാണാൻ എന്ത് ചെയ്യാന്നറിയോ? ആ രണ്ട് വാല്യൂസ് നിങ്ങൾ എടുക്കുക. അതായത് -4ഉം +4ഉം അല്ലേ, ഇതാണ് രണ്ട് വാല്യൂസ്. ആ -4നെയും +4നെയും നിങ്ങൾ എന്താ ചെയ്യുക? ആഡ് ചെയ്യുക. അതായത് -4ഉം +4 എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് ആണല്ലോ, ഇത് പ്ലസ് ഇടണമെന്നില്ല. +4നെ ആഡ് ചെയ്തിട്ട് /2 ചെയ്യുക. അതായത് -4 +4 എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവും ഒരു നെഗറ്റീവ് നമ്പർ അതേ പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം 0 ആണ്. സിമ്പിൾ 0. -2 + 2 0, -3 + 3 0. അപ്പോൾ ഇത് നമ്മൾ 0 ആയിപ്പോൾ 0/2 = 0. നമ്മൾ തിരിച്ച് നമ്പർ ലൈനിൽ തന്നെ വന്ന് നോക്കാം. ഈ -4ന്റെയും +4ന്റെ ഇടയിൽ മിഡ് പോയിന്റ് ആയിട്ട് വരുന്ന ആളാരാണ്? 0 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർലി എവിഡന്റ് ആണ് നമ്മുടെ മിഡ് പോയിന്റ് കാണാൻ. നമ്മളിപ്പോൾ -3യുടെയും ഇപ്പോൾ നോക്കാം, 4ന്റെ ഓക്കെ 1ന്റെയും 4ന്റെ ഇടയിലുള്ള മിഡ് പോയിന്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ 1 അതിന് വേണ്ട 0ന്റെയും 4ന്റെ ഇടയിലുള്ള മിഡ് പോയിന്റ് ആരാല്, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, 1ന്റെയും നിങ്ങളൊരു ആൻസർ ഇപ്പോൾ ചോദിക്കാം. 2ഉം 3 എടുക്കാം. ഓക്കെ, അഗെയിൻ 2ഉം 3 നിങ്ങൾക്ക് എന്തായാലും 2ഉം 3 എടുത്തതല്ലേ. 2ന്റെയും 3ന്റെയും മിഡ് പോയിന്റ്. അപ്പോൾ 2 + 3 ചെയ്യും. അപ്പോൾ നിങ്ങൾ എത്ര ആൻസർ ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ചാറ്റ് ബോക്സ് ഒന്ന് കാണട്ടെ. 2 + 3 ബാക്കി എത്ര വരും മിഡ് പോയിന്റിൽ? ആരെങ്കിലും ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ ഒന്നും ആക്റ്റീവ് അല്ല, അതുകൊണ്ടാണ്. ആരെങ്കിലും ഒക്കെ ചാറ്റ് ബോക്സിൽ പറഞ്ഞ മിഡ് പോയിന്റ് എത്ര വരുമെന്ന്. യാ, വെരി ഗുഡ്, വെരി ഗുഡ് സാജിദ, വെരി ഗുഡ്. 2.5. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പം മിഡ് പോയിന്റ് ഏകദേശം ക്ലിയർ ആയില്ലേ? ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, മിഡ് പോയിന്റിന്റെ കാര്യം. ഇത് ഞാൻ വേഗം പറഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സും കുറേ പറയണ്ടേ. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡുലസിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ,
മിഡ് പോയിന്റ് കഴിഞ്ഞ് ഇനി അടുത്തത് ഒരു നമ്പർ തരും അവർ, ഒരു നമ്പർ ഇങ്ങനെ ജസ്റ്റ് തരും. x-1 ഈസ് ഈക്വൽ ടു ഇതിന് ഈ സിമ്പിളാണ് മോഡുലസിന് ഉപയോഗിക്കുക കേട്ടോ. x-1 ഈസ് ഈക്വൽ ടു x-4. ഓക്കെ, ഇൻ ദിസ് ഇക്വേഷൻ വിച്ച് നമ്പർ സാറ്റിസ്ഫൈ, ഇതിൽ ഏത് കൊടുത്താലാണ് ഇങ്ങനെയാണ് ഒരു, ഇതിൽ ഏത് നമ്പറാണ് എക്സിന്, ഏത് നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്, വിച്ച് നമ്പർ ഷുഡ് ബി ഗിവൺ ഫോർ എക്സ്, അങ്ങനെ എന്ത് കൊടുത്താലാണ് നമുക്ക് എന്താണ് ഈ ഇക്വേഷൻ ഒന്ന് സാറ്റിസ്ഫൈ ആവാന്ന് ചോദിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഗ്രേഡ് 9 സ്റ്റുഡൻസിന് വരും. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക അവർ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന് മിഡ് പോയിന്റ് കാണാനാണ് പറയുന്നത്. മിഡ് പോയിന്റ് എങ്ങനെ കാണും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. ഇതിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തരുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതിൽ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എക്സ് ഇതിൽ 1 ആണ്, നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 4 ആണെന്നൊരു വാല്യൂ കിട്ടും. ഈ 1ഉം 4ഉം ജസ്റ്റ് ആഡ് ചെയ്യുക, അതിൻ്റെ പകുതി കാണാം. അതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. ഏറ്റവും റീസെൻ്റ് നമുക്ക് ഇത് ഒന്നുകൂടി ആപ്ലിക്കബിൾ ലെവലിൽ പറഞ്ഞുതരാൻ പറ്റും, പക്ഷെ അതിനുള്ള സമയമില്ല. അപ്പോൾ 5/2 അത് വീണ്ടും നമുക്ക് എന്ത് തന്നെ കിട്ടും, 2.5 തന്നെ കിട്ടും. ഓക്കെ, ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ മോഡുലസ് ഓഫ് x-1 ഈസ് ഈക്വൽ ടു x-4 ഇങ്ങനെ കൊടുത്ത് ഏതൊക്കെ വാല്യൂസ് കൊടുത്താലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആൻസർ കിട്ടുകയെന്ന് ചോദിക്കും. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഷോർട്ടായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ ഒന്ന് മൂവ് ചെയ്യാണ്. സർക്കിൾസ്. ഇതിൽ മെയിനായിട്ട് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ, ഏരിയ ഓഫ് എ സർക്കിൾ, ഏരിയ ഓഫ് എ ഷെയ്ഡഡ് റീജിയൻ, പിന്നെ ലെങ്ത് ഓഫ് എൻ ആർക്ക് ആൻഡ് ഏരിയ ഓഫ് എ സെക്ടർ ആണ്. രണ്ട് ചാപ്റ്ററിലും കൂടി ആയിട്ടുള്ളത്. പാർട്സ് ഓഫ് സർക്കിൾസിലും പിന്നെ സർക്കിൾ മെഷേഴ്സിലും കൂടി ആയിട്ടുള്ളത്. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ സർക്കംഫറൻസ് തന്നെ, എല്ലാവർക്കും അറിയാലോ. സർക്കംഫറൻസ് എങ്ങനെ കാണാം, 2πr. ഇനി r എന്താണെന്ന് ആരും ചോദിക്കല്ലേ, r നമ്മുടെ റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ സർക്കിൾ ഇങ്ങനെ വരച്ചാൽ ഈ കാണുന്ന ആളാണ് നമ്മുടെ റേഡിയസ് അല്ലേ. ഇതാണ് നമ്മുടെ റേഡിയസ്. നമ്മളെങ്ങനെ ആ കോമ്പസിൽ ഒരു അളവെടുത്ത് വരക്കൂലേ, അതാണ് റേഡിയസ്. അതാണ് 2πr. ഇനി ഏരിയ ഓഫ് എ സർക്കിൾ എന്താണ്, നമ്മുടെ πr². ഇനി പൈയുടെ വാല്യൂ അറിയാത്തവർക്ക് പൈനെ നമുക്ക് രണ്ട് തരത്തിൽ വാല്യൂ കൊടുക്കാം. ഒന്ന് 3.414 അങ്ങനെ ഒരു വാല്യൂ കൊടുക്കാം. പിന്നെ 22/7 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കാം കേട്ടോ. അതിൽ 3.414 എന്നുള്ള പറഞ്ഞ വാല്യൂ അങ്ങനെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഈ അത്രയും ചോദിക്കുന്ന സമയത്ത് മാത്രം അത് കൊടുക്കുക. 3.14 ആണ് കേട്ടോ. 1.414 √3 വാല്യൂ ആണ്. 3.14 എന്ന് പറയുന്നത് പൈയുടെ വാല്യൂ ആണ്. പക്ഷെ അത് 22/7 ഇതൊക്കെ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് കൊടുക്കേണ്ടത്. 3.14 എന്ന് വരുന്ന വാല്യൂ, പിന്നെ 22/7 എന്ന് പറയുന്നതും അത് നമ്മൾ അത്ര ആവശ്യം വരികയാണെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി. പിന്നെ ഏരിയ ഓഫ് എ ഷെയ്ഡഡ് റീജിയൻ അത് ഞാൻ പറഞ്ഞുതരാം. ലെങ്ത് ഓഫ് എൻ ആർക്ക് എന്ന് പറയുന്നത്, ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സർക്കിളിൻ്റെ ഇങ്ങനത്തെ ഒരു ഭാഗം അല്ലേ, ഇങ്ങനെ ഒരു ഭാഗം ഒരു കേക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന ഈ ഭാഗം, ഈ ഭാഗത്തിനെ പറയുന്ന പേരാണ് ഇങ്ങനെയുള്ള ഈ ഭാഗത്തിനെ പറയണം. ഇത്രയുള്ള ഈ സാധനം ഇപ്പോൾ ഈ വളമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉള്ള അരികുകൾ, അങ്ങനെ വളഞ്ഞ അരികുകൾക്ക് അതിനൊരു നീളമല്ലേ ഉണ്ടാവുക, അതുകൊണ്ടാണ് അതിന് ലെങ്ത് വരുന്നത്. ഇനി സെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കേക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പീസ് ഉണ്ടല്ലോ, ആ പീസാണ്. അപ്പം അതിന് ഉള്ളാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് അതിനൊരു ഏരിയ വരുന്നത്. ഇതാണ് സെക്ടർ. സെക്ടർ ഇങ്ങനെ ഒരു പീസായിട്ട് തന്നെയല്ല, ഇങ്ങനെ വരാം, ഇത്ര വരാം. ഇതിനൊക്കെ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ആർക്കിന് എങ്ങനെ ആംഗിൾ വരണതെന്ന് ചോദിച്ചാൽ ഈ സെക്ടറിൻ്റെ ആംഗിളാണ് അതിൻ്റെ ആംഗിൾ. അത് ഞാൻ ഈ ഒരു ഡയഗ്രാമിൽ കാണിച്ചു തരാം. ഇതപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതൊരു 4 ഭാഗമായിട്ട് സർക്കിൾ നമുക്ക് തിരിക്കാം അല്ലേ. ഇതിൽ ഒരു 1/4 ഓഫ് എ സർക്കിൾ ആണെങ്കിൽ അതൊരു 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതാണ്, ഈ സാധനമാണത്ര ആർക്ക്. അതെല്ലാവർക്കും അറിയുണ്ടാവും. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ, ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഈ 90 ഡിഗ്രിയാണ്. ഇനി ആർക്ക് ഇങ്ങനെ നമുക്ക് വരക്കാം. അപ്പോൾ ഇത്രയും ഭാഗമായിരിക്കും ഈ ആർക്കിൻ്റെ നീളം. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ അതിൻ്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഇനി ഈ സെക്ടർ എന്താന്ന് ചോദിച്ചാൽ സെക്ടർ ഇതൊക്കെ സെക്ടറാണ്. സെക്ടറിന് ഉള്ളാണ് ഉണ്ടാവുക, ആർക്കിന് നീളാണ് ഉണ്ടാവുക. അപ്പം ഇനി ലെങ്ത് ഓഫ് ആർക്ക് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ഫോർമുല, നീളമായതുകൊണ്ട് തന്നെ നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിച്ചത് നീളമാണല്ലോ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ
ഈ ഇങ്ങനെ നീളമാണ് അല്ലേ? അല്ലേ, ഇപ്പൊ റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന പോലെ സർക്കിളിന്റെ ചുറ്റളവാണ് എന്ത്? സർക്കംഫറൻസ്. അതുപോലെ തന്നെ ആർക്കിനൊരു നീളമാണ് അല്ലേ, ഒരളവാണ്, നീളത്തിന്റെ അളവാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യും? x/360 ഇൻറ്റു 2πr ആയിരിക്കും. ഒരു നീളമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സർക്കിളിന്റെ പെരിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നേരെ തിരിച്ചാണ് ഇയാളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ x/360 ഇൻറ്റു πr². ഇത്രയും സിമ്പിളായിട്ട് ഈ ഫോർമുലാസ് നമ്മൾ ഓർത്തിരിക്കാനുള്ളൂ. ഇതിൽ ആർക്ക് നീളമായതുകൊണ്ട് തന്നെ x/360. ഇനി 360 എന്താണെന്ന് ചോദിച്ചാൽ ഒരു സർക്കിളിന്റെ മൊത്തത്തിലുള്ള ആംഗിളാണ് 360. സർക്കിൾ രണ്ട് പ്രൊട്രാക്ടറുകൾ കൂട്ടി വെച്ചാൽ ആംഗിൾ എത്ര? അത് 360 ആണല്ലോ. ഒരു സർക്കിളിന്റെ മൊത്തം ഡിഗ്രി എന്ന് പറഞ്ഞാൽ 360 മൊത്തം കറങ്ങി വരുന്നതാണല്ലോ സർക്കിൾ. അത് നമുക്കറിയാലോ. അതിപ്പോൾ 360 അങ്ങനെ കേട്ടോ വരുന്നത്. ഇനി ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇനി സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ 2-3 ഫോർമുലാസ് ഉണ്ട്. സർക്കംഫറൻസിന് ജസ്റ്റ് നമുക്ക് ഏറ്റവും ബേസ് ഒരു സർക്കംഫറൻസിന് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് 2πr ആണ്. ഇതിൽ ഈ 2r എന്ന് പറയുന്ന ആളാരാന്നറിയോ നിങ്ങൾക്ക്? ഒരു ഡയമീറ്റർ എന്ന് പറയും. ഡയമീറ്റർ എന്ന് പറയുന്ന ആളാണ് ഈ 2r എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് നമുക്ക് ഇതിനെ d π എന്നും പറയാം. d π, അതായത് ഡയമീറ്ററിന്റെ പൈ എന്നും പറയാം അല്ലെ. 2r നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് d ആണ്, ഇത് ഡയമീറ്റർ. പിന്നെ ഡയമീറ്റർ തന്നിട്ട് സർക്കംഫറൻസ് തന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡയമീറ്ററിൽ നിന്ന് എന്ത് നിങ്ങൾ ചെയ്യരുത്? അതിന് 6 എടുത്ത് കണ്ടുപിടിക്കരുത്. ഒരിക്കലും 6 എടുത്ത് കാണാതെ നേരിട്ട് π8 22/7 അത് സാഹചര്യം അനുസരിച്ചിട്ട് അവർ പോയിന്റ് വെച്ച് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻസറിൽ അങ്ങനെ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ ആൻസർ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ പൈ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസിൽ കിടക്കാം. r = 3 സെന്റിമീറ്റർ ആണ് വിചാരിച്ചോ. r 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് എത്ര? ആരെങ്കിലും ഒക്കെ ആൻസർ പറഞ്ഞേ. 2π ഇൻറ്റു r അല്ലേ? അപ്പോൾ പറയും 3 ഇൻറ്റു 2. നിങ്ങൾക്കിവിടെ 6π സിമ്പിളായിട്ട് 6π സെന്റിമീറ്റർ ആണ്. ഇത് അളവാണ്, അതുകൊണ്ട് സെന്റിമീറ്റർ ആണ്. യൂണിറ്റ്സ് എപ്പോഴും ശ്രദ്ധിക്കും. യൂണിറ്റ്സ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റ്സിൽ നല്ലോണം ഫോക്കസ് ചെയ്യണം. യൂണിറ്റ്സ് എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയും. അപ്പോൾ സർക്കംഫറൻസ് 6π സെന്റിമീറ്റർ ആണ്. ഓക്കെ. ഇനി അടുത്തത് ഏരിയ ഓഫ് എ സർക്കിൾ ആണ്. ഇവിടെ നിങ്ങൾ ഏരിയ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? πr² ആണല്ലേ. നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യും? പൈ എടുക്കും. r ഇവിടെ 3 ആണ്, 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. r-ന്റെ സ്ക്വയർ ആണ്, 3² ആണ്. ഓക്കെ. പൈ ഇൻറ്റു 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓക്കെ. 9π. ആൻസർ കഴിഞ്ഞാ? ഇല്ലല്ലോ. കഴിഞ്ഞാ? എന്താ വരിക? ഒന്ന് പറഞ്ഞേ. ഏരിയയുടെ യൂണിറ്റ് അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞേ. ചാറ്റ് ബോക്സിൽ ഒന്ന് കാണട്ടെ ഏരിയയുടെ യൂണിറ്റ്. ചാറ്റ് ബോക്സ് ആക്റ്റീവ് അല്ല. 6 പേരുള്ളവർക്ക് ആർക്കെങ്കിലും ഏരിയയുടെ യൂണിറ്റ് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇവിടുത്തെ പാരൻസ് ആണ് വന്നിരിക്കുന്നതെങ്കിലും ആരെയാണെങ്കിലും ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് ഏരിയയുടെ യൂണിറ്റ് എത്ര? ഇവിടെ സെന്റിമീറ്ററിലാണ് റേഡിയസ് തന്നിരിക്കുന്നത്. നമുക്ക് സർക്കംഫറൻസ് സെന്റിമീറ്ററിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എത്ര പേർക്ക് ഏരിയയുടെ യൂണിറ്റ് അറിയാം? ആർക്കും അറിയില്ല അല്ലേ? സാറില്ല, പോട്ടെ. സെന്റിമീറ്റർ സ്ക്വയറിലാണ് നമ്മൾ ഏരിയ എപ്പോഴും പറയാം കേട്ടോ, അല്ലെങ്കിൽ സെന്റിമീറ്റർ, മീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയറിലൊക്കെ. ഇനി അടുത്തത് ഒരു ഷെയ്ഡഡ് റീജിയൻ്റെ ഇത് കണ്ടുപിടിക്കാണ്ട്. ഷെയ്ഡഡ് റീജിയൻ്റെ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ പോവാം. ഈ ക്വസ്റ്റ്യൻ ഈ ഷെയ്ഡഡ് റീജിയനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. ഇത് ഇവിടെ 4 ആണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും. ഏരിയ നിങ്ങൾക്ക് ഈ ഷെയ്ഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ റെഡ് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്ന ഈ ഭാഗങ്ങളാണ് ഷെയ്ഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഏരിയാസ് ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഏരിയ ഓഫ് ദി സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഓഫ് ദി സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ അതാണായിരിക്കും അത് ആലോചിക്കുക. ഏരിയ ഓഫ് ദി സ്ക്വയർ കണ്ടുപിടിക്കാൻ ഏരിയ സ്ക്വയറിന് ആകെ ഒരു സൈഡേ ഉള്ളൂ, എ എന്ന് പറയുന്ന ഒരൊറ്റ സൈഡേ ഉള്ളൂ. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ സൈഡ് അറിയണം അല്ലേ? ഈ സൈഡ് നമുക്ക് അറിയണം. ഈ സൈഡ് എന്ന് പറയുന്നത് ഇത് റേഡിയസ് ആണ്. ഇത് 4 എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. അത് ഇങ്ങോട്ട് റേഡിയസ് ഉണ്ടല്ലോ. അപ്പൊ മൊത്തം ഡയമീറ്റർ എത്ര കിട്ടി? 8 കിട്ടി. അപ്പൊ എ = എന്താ? അതെ, ഈ ഡയമീറ്റർ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ പോണത് അല്ലേ? അപ്പൊ ഈ ഡയമീറ്ററിന്റെ അളവ് തന്നെയാണ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നത്? അടിയിലും കിട്ടുന്നത്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 8 സെന്റിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ തന്നെയാണ് ഇവിടുത്തെ നമ്മൾ എ എന്ന് പറയണത്. ഓക്കെ. ഡയമീറ്റർ തന്നെയാണ് എ, അതായത് 8 സെന്റിമീറ്റർ കിട്ടുന്നത്.
അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എ സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ എ സ്ക്വയർ സ്ഥിതിക്ക് 8 × 8 ആണ് അല്ലേ, 8 സ്ക്വയർ ആണ്, അതായത് 8 × 8 ആണ്. അപ്പോൾ 64 സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്തത് ഏരിയ ഓഫ് ദ സ്ക്വയർ കിട്ടി. ഏരിയ ഓഫ് ദ സ്ക്വയർ കിട്ടിയ കാര്യമില്ലല്ലോ. ഏരിയ ഓഫ് ദ സ്ക്വയറിന് ഏരിയ ഓഫ് ദ സർക്കിൾ നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ എത്രയേ, ഒന്ന് പറഞ്ഞേ മക്കളെ, ഏരിയ ഓഫ് ദ സർക്കിൾ എത്രയാണ്? ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ റേഡിയസ് ഉണ്ട്, πr² ആണ് അല്ലേ. πr² വെച്ചിട്ട് π×r എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നിങ്ങൾ 4 നിങ്ങളുടെ r, 4ന്റെ സ്ക്വയർ. അപ്പോൾ എത്രയാണ് 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16π കിട്ടും അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കിട്ടാൻ, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കിട്ടാൻ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കിട്ടാൻ എന്ത് ചെയ്യണം? ഇസ് ഈക്വൽ ടു ഓക്കെ, എന്ത് ചെയ്യും, ഇതാണല്ലോ വലുത്. ഈ 64 സെന്റിമീറ്റർ സ്ക്വയർ, ഇതൊക്കെ സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ഇതൊക്കെ ഏരിയാസ് ഒക്കെ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ 64 സെന്റിമീറ്റർ ഞാൻ ഒന്ന് മോനെ, ഒരു മിനിറ്റ്. ഓക്കെ, എന്നിട്ട് വെക്കടോ, ഒരു മിനിറ്റ്. ഓക്കെ, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കിട്ടാൻ കേട്ടോ. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ കിട്ടാൻ ഇതാ 64ന്ന് 16π കുറക്കേണ്ടി വരും. അപ്പോൾ 64ന്ന് നമ്മൾ 16π കുറക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 64ന്ന് 16π കുറക്കുന്ന സമയത്താണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെടുക. അപ്പോൾ അത് അപ്പോഴാണ് 16π നമുക്ക്, ഇവിടെയാണ് നമുക്ക് 16π നമ്മൾക്ക് 16 ഇവിടെയാണ് 6π നമുക്ക് വാല്യൂ എടുത്ത് ഉപയോഗിക്കേണ്ടി വരിക. 3.14 എന്ന് പറയുന്ന ആ വാല്യൂ നമുക്ക് എടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ നമുക്ക് പൈ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും, കാരണം ഇവിടെ പൈ ഇല്ല, ഇവിടെ പൈ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എടുക്കണം. ഇപ്പോൾ 16 × 3.14, ഇതിവിടെ തന്നെ ഞാൻ ആൻസർ പറയണ്ട, 50.24 ഇങ്ങനെ ഒരു വാല്യൂ വരും. ഇപ്പോൾ 54ന്ന് 50 കുറക്കുക, അപ്പോൾ 13.76 എന്ന് പറയുന്ന ഒരു ഉത്തരം വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഏരിയ ആയതുകൊണ്ട് തന്നെ 6 സെന്റിമീറ്റർ സ്ക്വയറിൽ ആൻസർ ചെയ്യണം കേട്ടോ. അടുത്തത് ഇത് ഞാൻ ഇവിടെ 64 ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ്റെ ഇത് കഴിഞ്ഞ്, ഓക്കെ, സർക്കിൾസിൻ്റെ ആ ഭാഗം ഒരു കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ഭാഗം 64 ഇതൊക്കെ കിട്ടിയതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പോളിനോമിയൽസിലേക്ക് പോവുകയാണ്. പോളിനോമിയൽസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. അത്ര കുറേ ഉണ്ട് കേട്ടോ ഇതിൽ പോളിനോമിയൽസ്, പക്ഷെ ഞാനത് കുറച്ച് വലിയ കൂടുതലായിട്ടൊന്നും പറയണില്ല. ഇതാ പി ഓഫ്, ഇങ്ങനെയാണ് സാധാരണ പോളിനോമിയൽസിനെ കാണിക്കാം. P of x is equal to
പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുക. ഇതിപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണെന്ന് എങ്ങനെ ഇതിൻ്റെ ഡിഗ്രിയാണ് ആദ്യം ചോദിക്കുക. ഡിഗ്രി എന്ന് പറയുന്നത് അവിടെ എല്ലാത്തിലും ഒരു ഡിഗ്രിയിലേ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒരു വേരിയബിളിലേ തന്നിട്ടുണ്ടാവുള്ളൂ പോളിനോമിയൽസ് എപ്പോഴും. അതിൽ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഏതാണ്? എക്സിലായി ഇപ്പോൾ ഇവിടെ ഇതിൽ കൊടുത്തിരിക്കുന്ന 3x² പ്ലസ് 2x+3 ആണ്. അപ്പോൾ ഇവിടെ എക്സിന്റെ ഡിഗ്രി ഏറ്റവും കൂടുതൽ ഏതാണോ അതാണ് ആ ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ചോദിക്കുക ഡിഗ്രി കോഎഫിഷ്യന്റ് ഓഫ് x² അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, ഇതൊക്കെ ചോദിക്കും. ഏതെങ്കിലും എക്സിന്റെ കോഎഫിഷ്യന്റ് ചോദിക്കും. അപ്പോൾ x² കോഎഫിഷ്യന്റ് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും 3 ആണ്. ഇനി കോഎഫിഷ്യന്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 3 പറയണവരുണ്ടാവും. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ചോദിച്ചാൽ 2 പറയണം. ഈ x³ ഉള്ളതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ 4x⁵5 വരെയുള്ള പോളിനോമിയലൊക്കെ തന്നിട്ടും 3x എന്നിട്ട് 3x4 ഉണ്ടാവില്ല, ചിലപ്പോൾ അത് 0 ആയിരിക്കും. 3x³ പ്ലസ് 2x² പ്ലസ് 1x പ്ലസ് 1x ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. 1 ഉണ്ടെങ്കിൽ 1x ഉണ്ടാവില്ല. പ്ലസ് 5 ഇങ്ങനെ 4 എന്നൊക്കെ ആണെങ്കിൽ എന്നിട്ട് ഡിഗ്രി ഓഫ് x³ ചോദിച്ചാൽ, അല്ല കോഎഫിഷ്യന്റ് ഓഫ് x³ ചോദിച്ചാൽ 3 എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. കോഎഫിഷ്യന്റ് ഓഫ് x³ 3 ആണെന്നൊക്കെ പറയാൻ പറ്റണം. പിന്നെ ഈ ഒരു പോളിനോമിയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇതൊരു ഡിഗ്രി 1 ഉള്ള പോളിനോമിയലാണ്, അതായത് എക്സിന്റെ ഡിഗ്രി 1 ആണ്. ഇപ്പൊ ഇതിൽ ഇനി കുറെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്യാം. അപ്പൊ P(1), P(0) അങ്ങനെയൊക്കെ കുറച്ച് വാല്യൂസ് ഇട്ടിട്ട് ഉള്ള പോളിനോമിയൽസ് ഒക്കെ ഞാനത് ഡിഗ്രി 1ന്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒരു പോളിനോമിയൽ വർക്ക്ഔട്ട് ചെയ്ത് തരാം. ഇപ്പോൾ 5x³ പ്ലസ് 7x², ഓക്കെ, 5x³ പ്ലസ് 7x², പ്ലസ് 8x പ്ലസ് സംതിങ് എന്തെങ്കിലും 3 എന്തെങ്കിലും ആവട്ടെ. ഇതിൽ P(0) എന്നാ, അല്ലെങ്കിൽ P(0) കൊടുത്താൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഉത്തരം വരിക? P(0) എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സിന് ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ കൊടുക്കുക. 0³ പ്ലസ് 7x0² പ്ലസ് 8x0 പ്ലസ് 3. ഇങ്ങനെ 0 കൊടുക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ എക്സ് ഉള്ള ഭാഗങ്ങളൊക്കെ പോകും. ബാക്കി അവശേഷിക്കുക അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്യുക ഈ എക്സ് ഇല്ലാത്ത വരുന്ന ബാക്കിയുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്പർ ആയിട്ടുള്ള ഭാഗം, അത് മാത്രമാണ് അവശേഷിക്കുക. അത് പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയ നമ്പർ ആയിരിക്കും, ആ നമ്പർ അവശേഷിക്കും. അവിടെ -3 എന്നാണെങ്കിൽ -3 ആയിരിക്കും, +3 ആണെങ്കിൽ +3 ആയിരിക്കും. ഈ P(1) കൊടുത്താൽ എന്താ അവശേഷിക്കുക നോക്കാം നമുക്ക്. അപ്പോൾ 5 2 ആണെങ്കിൽ ഇപ്പോൾ വലിയ വാല്യൂസ് വരും. ഇപ്പോൾ P(1) ആണെങ്കിൽ സിമ്പിൾ ആണ്. 5 × 1³ പ്ലസ് 7 × 1² പ്ലസ് 8 × 1 പ്ലസ് 3. ഇങ്ങനെ ആവുമ്പോൾ എന്താ, 5 × 1³ 1ന്റെ ക്യൂബ് 1 ആണ്, 1ന്റെ സ്ക്വയറും 1 ആണ്, 1ന്റെ ഏതൊരു ഡിഗ്രിയും 1 തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ 5 കിട്ടും, ഇവിടെ 7 കിട്ടും, പ്ലസ് 8 കിട്ടും, പ്ലസ് 3 കിട്ടും. അതുകൊണ്ട് 1ന്റെ എല്ലാ ഡിഗ്രീസും അതന്നെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ നമ്പേഴ്സ് ആ കോഎഫിഷ്യൻസിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 5 + 7 + 8 എന്ത് കിട്ടും? 7 + 5 12, 12 + 8 20, 20 + 3 23. ഇതാണ് നമ്മുടെ ആൻസർ ഉണ്ടാവുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. P(0) 1 സിമ്പിൾ ആണ്. പക്ഷെ P(2) ഒക്കെയാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ, അത് കുറച്ച് ചെയ്യേണ്ടി വരും. ഇനി ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് അത് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ഇക്വേഷൻസ് ആക്കിയിട്ട് സോൾവ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അതായത് 2 ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ്, ഇപ്പോൾ ax + b, പിന്നെ അത് കഴിഞ്ഞിട്ട് 2a + b, അതിൽ നിന്ന് 2 വാല്യൂസ് കൊടുക്കാൻ പറയും. ആ 2 വാല്യൂസിൽ നിന്ന് 2 വാല്യൂസ് മൈനസ് ചെയ്യാൻ പറയും. അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇക്വേഷൻസ് മൈനസ് ചെയ്തിട്ടൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ടി വരും. അത് കുറച്ച് ടഫാണ്, നല്ലത് ചെയ്യണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. ഇത് ഞാൻ ഒരു പ്രാവശ്യം എടുത്തതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്. √10 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷന് അധികം ചോദിക്കുക, കാരണം സബ്ട്രാക്ഷനും അഡീഷനും ഇറാഷണൽ നമ്പേഴ്സ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് അല്ല, അതിന് റൂട്ടുകൾ ഉണ്ടാവില്ല താനും. പക്ഷെ എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ റൂട്ടുകൾ ഉള്ളവരെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ജസ്റ്റ് ഇതിന് ഒറ്റ ഉള്ളിൽ നമുക്ക് എഴുതാം. ഒറ്റ നമ്പറിൻ്റെ ഉള്ളിലായിട്ട് എഴുതിയിട്ട് ഈ റൂട്ട് ഇവർക്ക് കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കാം, മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോഴും ഡിവിഷൻ ആകുമ്പോഴും. അപ്പോൾ ഇതിന് നമുക്ക് √150 എന്ന് എഴുതാം അല്ലേ. √150 നമുക്ക് എങ്ങനെ എഴുതാം,
നമുക്ക് ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ രണ്ട് മൾട്ടിപ്ലയേഴ്സ് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും 150 നമുക്ക് 25 അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നോ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പിന്നെ 2ന്റെ സ്ക്വയർ ആയ 4, പിന്നെ 3യുടെ സ്ക്വയർ ആയ 9. ആ ഉത്തരങ്ങളാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. 1, 4, 9, 16, 25, പിന്നെ 5 കഴിഞ്ഞ 6, 36, 7, 49 അങ്ങനെവരാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അവരെ ഉത്തരങ്ങളായിട്ട് നമുക്ക് ഈ നമ്പറിനെ എഴുതാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ √115 നമുക്ക് 25 × 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അല്ലെ. നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാ നിങ്ങൾക്ക് അങ്ങനെ വല്ല ഡൗട്ടും വരികയാണ് എക്സാം ഹോളിൽ ജസ്റ്റ് നോക്കുക. 5, 6 are 30. ആ ശരിയാണ്. 6, 2 are 12. 12 + 3 15. ആ ശരിയാണ്, കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ 25 × 6 ചെയ്തപ്പോൾ കിട്ടുന്നുണ്ട്. ഓ ഏതാണ്ട് 150 ആ ഒരു വിലയിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈ റൂട്ടിന്റെ ഉള്ളിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമ്പോൾ എന്താണെന്നറിയോ ബെനിഫിറ്റ്? നമുക്ക് ആ പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ നമുക്ക് അതിന് സ്ക്വയർ റൂട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് 5√6 മാത്രമേ ഉള്ളിൽ കിടക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഈ വലിയൊരു സാധനത്തിന് എഴുതാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇനി അടുത്തത് ഒരു ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരാം. ഇപ്പോൾ √50 × 6 അത് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. √50 × √6 ഇത് സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞേ. ഇതിന്റെ ഉത്തരം കണ്ടെത്തി ഇതിന്റെ ഉത്തരം ഞാൻ നിങ്ങൾ കണ്ടുപിടിച്ചുതരാം. 50 × 6 നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടുന്നത്? ഇത്ര വരും അല്ലേ. 6 5 are 30. ബാക്കി ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ 3 ഉത്തരം കിട്ടി. ഇനി നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3 × 100 എന്ന് എഴുതാം. അപ്പൊ 100 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ഇതിന് മനസ്സിലാവും. ചാറ്റ് ബോക്സിൽ ഒന്ന് ആൻസർ കണ്ടാൽ എനിക്ക് ഉത്തരം എത്ര വരും? ആരും ഇല്ലേ ചാറ്റ് ബോക്സിൽ? ആരും പറയാൻ? ഓക്കെ, ആരുമില്ല. ഓക്കെ, 100 എന്ന് പറഞ്ഞ പെർഫെക്റ്റ് സ്ക്വയർ ഉള്ളിൽ വന്ന്. അപ്പോ ആരെങ്കിലും ഒന്ന് ചാറ്റിൽ ഇതാക്കണമെങ്കിൽ 100ന്റെ റൂട്ട് ഉണ്ടാവും. അതാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ 100 അതിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? അത് 100ന് ഒരു റൂട്ട് ഉണ്ടാവും. അപ്പൊ അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10, 3ന് റൂട്ടില്ല. അപ്പൊ 10√3 എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ അങ്ങനെ ആൻസർ കൊണ്ടുവന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇത് പിന്നെ ലാസ്റ്റ് ഇതിന്റെ ഒരു ഇതായിട്ട് വരുന്നത് കോൺജുഗേറ്റ്സ് ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐഡന്റിറ്റിയാണ് a + b × a - b = a² - b². അത് ഇതിൽ നന്നായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ പറയാം. അത് അതെങ്ങനെ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. √3 + 1 × √3 - 1. √3 + 1 × √3 - 1 എന്ന് പറഞ്ഞ ചോദ്യമാണ് ഇതിൽ വരിക. അപ്പൊ നിങ്ങൾ വിചാരിക്കും അല്ലാഹ് √3 + 1 ഞാൻ √3 - 1 ഇത് എങ്ങനെ ഞാൻ ചെയ്യാൻ? ഈ √3ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ റൂട്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ √3 + 1 √3 - 1 വരുമ്പോൾ നിങ്ങൾ എപ്പോൾ ഓർക്കേണ്ടത് a + b × a - b എന്നുള്ള ഫോർമുലയാണ്. ഇതെന്താ? a² - b². സാധാരണ നമ്പർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? 2 + 3 × 2 - 3 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2² - 3² ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെയും ചെയ്യാം. ഇപ്പൊ √3യുടെ സ്ക്വയർ -1ന്റെ സ്ക്വയർ. ഇനി √3യുടെ സ്ക്വയർ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വരും. ഞാൻ പറയട്ടെ, ഒരു റൂട്ടുള്ള നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയണത് ഞാൻ പറയട്ടെ √2 × √2 എന്ന് പറയുന്നത് ആ നമ്പറാണ്. അത് അത്രയും നിങ്ങൾക്ക് അത് നോക്കി നോക്കിയാൽ √2 × 2. അപ്പൊ √2ല് 2ന് റൂട്ട് ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ √2 എന്ന് പറയുന്നത്. പക്ഷെ 2 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം? ഒരു 2നെ പുറത്തെടുക്കാം. അപ്പൊ പിന്നെ അതിൽ റൂട്ട് എന്ന് പറയുന്ന സാധനം ക്യാൻസൽ ആയി പോവുകയാണ്. √2ന്റെ സ്ക്വയറിൽ പിന്നെ ആരാ പോണത്? രണ്ട് 2 ആണ് വരുന്നത്. √2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് വെറും 2 ആണ്. അപ്പൊ √3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് വെറും 3 ആണ്. 3 - 1 ആണ് വരിക. അപ്പൊ 1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പൊ നമുക്ക് ഉത്തരം 2 കിട്ടും. അപ്പൊ √3യുടെ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് തന്നെ. ഇത് ഇങ്ങനെ ഒരു ചോദ്യം വന്നത് തന്നെ നിങ്ങളെ ട്രിക്കി ആക്കാനാണ്, ഈ ഐഡന്റിറ്റി അറിയണ്ടെന്ന് നോക്കാനാണ്. √3യുടെ സ്ക്വയർ ഏതൊരു റൂട്ടുള്ള നമ്പറിന്റെയും സ്ക്വയർ തന്നാല്, √5യുടെ സ്ക്വയർ തന്നാല് അത് ആ നമ്പർ തന്നെയാണ്, 5 ആണ്. അതായത് റൂട്ട് ഇല്ലാത്തൊരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആ നമ്പർ ആണ്. കാരണം ആ റൂട്ടില്ല. അപ്പൊ നമ്മൾ ആ നമ്പർ 2 അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഒരു നമ്പർ ഏതൊരു റൂട്ടിൻ്റെ ഉള്ളിൽ 2 വന്നാൽ നമ്മൾ അതിനെ ഒന്നിനെ പുറത്തേക്ക് എടുക്കുന്നതാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന സംഭവം തന്നെ. അപ്പോൾ ഇപ്പൊ 3 - 1 = 2 എന്ന് കിട്ടി. അപ്പൊ ഇനി അടുത്തത് വേറൊരു ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ വേറൊരു ട്വിസ്റ്റ് വരുന്നത് ഇനി 1/√2
√3 - 1 എന്ന് പറയുന്നത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു ഇതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇതിൽ ഈ ഐഡന്റിറ്റിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് √3 + 1 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ തരാം +1 ആയിട്ടാട്ടോ, +1 ആയിട്ടാണ് മിക്കവാറും തരാം. അത് കാരണം -1 ആയിട്ട് കുട്ടികൾ നെറ്റണ്ടെന്ന് വെച്ചിട്ട് ചിലപ്പോൾ -1 വരാം, പക്ഷെ അത് അത്ര വരാൻ സാധ്യതയില്ല. √3 +1 ആണെങ്കിൽ √3 - 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷെ നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യണ സമയത്ത് ഒരിക്കലും ഓരോ ആളും ഒരു ഡിനോമിനേറ്റർ ആയിട്ട് മാത്രമായിട്ട് ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യില്ല. നിങ്ങൾക്ക് ചോദ്യം വരിക 1/√3 +1 എന്ത് ചെയ്യാനാ, സിംപ്ലിഫൈ ചെയ്യാനായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻറ്റു എന്ത് ചെയ്യണം, √3, ഇവിടെ ഇവിടെ മുകളിലൊന്നുമില്ല എന്നല്ല, മുകളിൽ ഞാൻ പറയാം. ഈ √3 + 1 എന്ത് ചെയ്യണം, ഒന്ന് A² - B² മോഡിലേക്ക് കൊണ്ടുവരാൻ √3 + 1 കൂടെ ആര് വേണം, √3 - 1 ആണ് വേണ്ടിയത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, √3 - 1 നമ്മൾ √3 - 1 കൂടെ ഇവിടെയും നമ്മൾ കൊടുക്കണം. എന്നാൽ ഇത് ക്യാൻസൽ ചെയ്ത് പോണ വിധത്തിൽ നമ്മൾ ചെയ്യണം. പിന്നെ √3 + 1 √3 - 1, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, നേരത്തെ ചെയ്തപ്പോൾ 3 - 1 2 കിട്ടിയല്ലേ, 3 - 1 3², അതായത് √3² - 1², 3 - 1 = 2 കിട്ടി, = 2 കിട്ടി. ഇതാണ് അടിയിൽ നമുക്ക് കിട്ടുക. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, √3 - 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് √3 - 1/2 ഇതാണ് നമ്മുടെ ആൻസർ വരിക. പക്ഷേ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ, ഇപ്പോൾ ഓൾമോസ്റ്റ് 2 പോയിന്റ്സ് 3 പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസർ വരും. അപ്പോൾ നമുക്ക് √3 വാല്യൂ എന്ന് പറഞ്ഞാൽ 1.732 ആണ്, √2ന്റെ വാല്യൂ 1.414 ആണ്. അപ്പോൾ 1.732 - 1/2, അപ്പോൾ 1.732 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് 732 മൈനസ് നമുക്ക് 0.732 എന്നല്ല വരിക. അപ്പോൾ 0.732 /2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഏതാണ് 0.2, നമുക്കിത് 2 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 366 എന്ന് പറഞ്ഞ ഒരു ആൻസർ കിട്ടും. ഈ 0.366 എന്ന് പറയുന്ന ആൻസർ ഓൾമോസ്റ്റ് 2 പോയിന്റ്സ് വെച്ച് കഴിഞ്ഞാൽ 0.37 വെച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും ആൻസേഴ്സ് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു ഇത് ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്ക് വേണമെങ്കിൽ ചോദിക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യൽ സ്റ്റോപ്പ് ചെയ്യട്ടെ. ഹലോ, എന്നെ കേൾക്കണില്ല ആർക്കും? പഴയ പഴയ 10ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 9ാം ക്ലാസ് ഒക്കെ ഓർമ്മ വന്നായി, റൂട്ടും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ. പക്ഷെ എന്റെ കുട്ടികളും ബഹളങ്ങളാണ്. പകുതിയും എനിക്ക് കട്ടുകെട്ടായിട്ട് പോകുന്നുണ്ട്. നല്ല സമാധാനത്തിൽ ഇരുന്ന് കേൾക്കേണ്ട സംഭവമാണ് മാത്സ്. അതുകൊണ്ടാ ഡൗട്ട് ഇല്ലാത്തത്. അറിയോ, നമ്മള് ഫുള്ളായിട്ട് മനസ്സിലാക്കുന്നില്ലല്ലോ. ആ ഒരു ഓർമ്മയുള്ളൂ, പഴയ നെഗറ്റീവ് പോസിറ്റീവ്. നമുക്ക് അന്നൊരു പഠിച്ചത് ഓർമ്മയുണ്ട്. അതായത് നെഗറ്റീവ് ആ മിഡില് വന്ന അത് പോസിറ്റീവ് സൈൻ ആവും എന്നുള്ളത് എനിക്ക് അന്ന് പണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്. ഇപ്പൊ ഒന്ന് പറയുമ്പോ എനിക്കൊന്ന് ഓർമ്മ വന്നത്, മിഡില് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്ന അതൊന്ന് ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. അതെനിക്ക് ഇപ്പൊ ഒന്ന് ഓർമ്മ വന്നു ഈ പറയുമ്പോ. പിന്നെ കൂടുതലായിട്ട് എനിക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ ബഹളം കേൾക്കാലോ. അതാണ്. പക്ഷെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ട്യൂഷൻ എടുക്കുന്നുണ്ടോ നിങ്ങള്? എടുക്കണില്ല, ഇപ്പൊ എടുക്കണില്ല. ആദ്യമൊക്കെ എടുത്തിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുന്നുണ്ടോ ഒന്നും കൂടി എടുക്കാൻ. ഇൻഷാ അള്ളാ എടുക്കണം. ഇൻഷാല്ല എടുത്താൽ നമുക്കൊക്കെ ഉപകാരമായിരിക്കും. മക്കളെ അങ്ങ് പറഞ്ഞു വിടാലോ. താങ്ക് യു മാത്സ് സോ മച്ച്. വെറുതെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സാധനമല്ലല്ലോ മാത്സ്. അത് കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. ഇൻഷാല്ലാ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, മനസ്സിലാവുന്ന രീതിയിലാ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്തത്. അങ്ങോട്ടേക്ക് ചോദിക്കാൻ സംശയമില്ല. സംശയങ്ങൾ ഒരുപാടുള്ള സബ്ജക്റ്റാണ് മാത്സ്. പക്ഷെ പഠിച്ചാൽ ഈസി ആവുന്ന സബ്ജക്റ്റും മാത്സ് എന്ന് കേട്ടിട്ടുള്ളത്. അപ്പൊ ഇപ്പം ഞാനൊന്ന് പഴയതിലേക്ക് ഓർമ്മ പോയി എന്നുള്ളത് മാത്രമാണ്. എനിക്കിപ്പം കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. ഈ ബഹളത്തിന്റെ ഇടയിൽ ഇവരെ മാനേജ് ചെയ്യേണ്ട വന്നു എനിക്ക്. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അല്ല, ഇനി ആർക്കില്ലല്ലോ ഡൗട്ട്? സാജിദ, ഞാൻ എന്താ വേണ്ട സാജിദ? വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? ഓക്കെ. നല്ല